നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. നമുക്ക് തൽക്കാലം പിരിയാം. അതിനു മുൻപ് അപ്പനെ കൂടി ഒന്ന് കണ്ടിട്ട് വരാം. അഗ്നിഹോത്രി പറഞ്ഞു. എല്ലാവരും വായില്ല കുന്നിലപ്പന്റെ ക്ഷേത്രത്തിലേക്ക് നടന്നു. പെട്ടെന്ന് കുടമണികൾ കിലുങ്ങി. കാറ്റ് ചൂളം വിളിച്ചു. വായില്ല കുന്നിലപ്പന്റെ വരവും കാത്ത് അവർ കാതോർത്തു നിന്നു. കൺമിഴിച്ചു നിന്നു. അദ്ദേഹം വന്നില്ല. അവരുടെ മുന്നിൽ ഒരോലക്കഷ്ണം വന്നു വീണു. അഗ്നിഹോത്രി അതെടുത്ത് വായിച്ചു. ജ്യേഷ്ഠന്മാരെ, ജ്യേഷ്ഠത്തി, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. എന്നെ എപ്പോഴും കാണാൻ പറ്റില്ലെന്ന് മാത്രം ക്ഷമിക്കൂ. 11 പേരും കൈകൂപ്പി തിരിച്ചു നടന്നു. അഗ്നിഹോത്രിയും പെരുന്തച്ഛനും മുന്നിൽ നടന്നു. അപ്പോൾ താനെന്റെ സ്വന്തം അനുജനാണ്, വിശ്വസിക്കാൻ പറ്റണില്ല, അഗ്നിഹോത്രി പറഞ്ഞു. ഇനി വിശ്വസിക്കാണ്ട പറ്റില്ല. അടിയൻ ഇവിടുത്തെ അനുജനാണ്, പെരുന്തച്ഛൻ പറഞ്ഞു. അനുജന്മാരെ, അനുജത്തി, ആചാരവാക്കുകളൊന്നും എന്നോട് പറയരുതട്ടോ. നമ്മൾ ഒരമ്മ പെറ്റ മക്കളാണ്, അതെപ്പോഴും ഓർമ്മ വേണം, മേളത്തോൾ പറഞ്ഞു. കാരയ്ക്കലമ്മയും നാറാണത്തും ഒന്നിച്ചാണ് നടന്നത്. നാറാണത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അനുജത്തിക്ക് പല്ലക്ക് വേണോ? നടന്ന് നടന്ന് കാൽ വേദനിക്കുന്നുണ്ടോ? വേദനിച്ചാൽ നാറാണത്ത് ഭ്രാന്താ എന്നുറക്ക ഞാനങ്ങോട്ട് വിളിക്കും. അപ്പ വേദനയൊക്കെ മാറും, കാരയ്ക്കലമ്മ പറഞ്ഞു. പെരുന്തച്ഛാ, ഉളിയെവിടെ? നാറാണത്ത് കളിയാക്കിക്കൊണ്ട് പെരുന്തച്ഛനോട് ചോദിച്ചു. മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ എടുത്തു വെച്ചിരിക്കണ്, പെരുന്തച്ഛൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നാറാണത്തുറക്കെ ഉറക്കെ ചിരിച്ചു. പാക്കനാർ ചോദിച്ചു, എന്തിനാ നാറാണത്ത് ചിരിച്ചത്? ഞാൻ ചിരിക്കും, ധാരാളം ചിരിക്കും. എനിക്ക് തന്നെ അറിയില്ല എന്തിനാ ഞാൻ ചിരിക്കണതെന്ന്, നാറാണത്ത്. അഗ്നിഹോത്രി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, പാണനാരെ, അന്നത്തെ ഊണ് നന്നായോ? അവസാനം തന്ന ആ 4-5 വറ്റു ചോറിന് ബഹുസ്വാദായിരുന്നു, പാണനാർ പറഞ്ഞു. നാളെ എല്ലാവരും എന്റെ ഭവനത്തിൽ വരണം. ഉച്ചയൂണ് അവിടെ ആവട്ടെ, കാരയ്ക്കലമ്മ ക്ഷണിച്ചു. സദ്യ ഉണ്ടാവില്ലേ? നാറാണത്ത് ചോദിച്ചു. നല്ല സദ്യ തന്നെ ഒരുക്കാം. എല്ലാവരും പിരിഞ്ഞു. പാണനാർ മാത്രം അവിടെ നിന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ചു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നിരുന്നു. വായില്ലാക്കുന്നിലപ്പന്റെ ക്ഷേത്രവും പരിസരവും നിലാവിൽ കുളിച്ചു നിൽക്കുകയാണ്. പാലപ്പൂവിന്റെ ഗന്ധവും പേറിക്കൊണ്ട് ഇളം കാറ്റ് ഒരു കൊച്ചു നൃത്തം ചവിട്ടുകയാണ്. പാണനാർ തന്റെ ഉടുക്ക് കയ്യിലെടുത്തു. ക്ഷേത്രഗോപുരത്തിലേക്ക് നടന്നു. അവിടെ കണ്ട വലിയ ചെങ്കല്ലിൽ ഇരുന്നു. ആലോചിച്ചു. സ്വന്തം അനുജനെപ്പറ്റി ഒരു പാട്ടുണ്ടാക്കണം. വരികൾ നാവിൻ തുമ്പത്ത് നർത്തനമാടിത്തുടങ്ങി. ഉടുക്കുകൊട്ടി, പാടി. കാറ്റ് താളം പിടിച്ചു. പറയിപെറ്റ പന്തിരുകുലത്തിൽ ഉണ്ണിയൊന്നു പിറന്നേനല്ലോ, ഉണ്ണിക്ക് മാമുണ്ണാൻ വായില്ലല്ലോ, ഉണ്ണിക്ക് 2 കണ്ണുണ്ട്. പാണനാർ പാട്ട് നിർത്തി. അപ്പോഴും വിരലുകൾ ഉടുക്കിൽ താളം പിടിക്കുന്നുണ്ടായിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വായിച്ചത് പ്രീതി.